ഹലോ. രണ്ട് കൊല്ലം കൊണ്ട് ജിമ്മിൽ പോവേണ്. നമുക്ക് എന്താണ് മസിൽ വരാത്ത? ജിമ്മിന്റെ വരാന്ത വരെ പോയാൽ മസിൽ വരൂല മക്കളെ. നമ്മളെ ജെനറ്റിക്സ് ശരിയല്ല, അതാണ് കാര്യം. ജെനറ്റിക്സ് ശരിയാവാനേ നിന്റെ അച്ഛൻ അർണോൾഡ് ഷോഷ്നഗറല്ല, ഈ ആര്യനാട് ശിവശങ്കരനാണ്. ഏതായാലും ഞാൻ ഇനി മുതൽ പ്രോട്ടീൻ പൗഡർ എടുക്കാൻ തീരുമാനിച്ചു. എങ്കിൽ ഞാൻ നിന്നെ വീട്ടിൽ അടിച്ചിറക്കാനും തീരുമാനിച്ചു. ജിമ്മിൽ പോണവന്മാര് ഡെയിലി 10-20 മുട്ടയാണ് കഴിക്കണത്. ആരെടുത്ത് പറയേ? രണ്ടെണ്ണം നാട്ടിലെ പ്രധാന കോഴികളല്ലേ. ആ കോഴിക്കുട്ടിക്കാരന്റെ അടയിൽ നോക്കി ചിലപ്പോൾ മുട്ട കിട്ടും. നിങ്ങൾ എന്തിനാ പറയണത്? പൂവൻകോഴി മുട്ടയിടോ? സ്റ്റെറോയിഡ് കുത്തി വെച്ചാണെങ്കിൽ ഞാനാക്കി മസിൽ വരുത്തും. പനി പിടിച്ച് കിടന്നപ്പോ ഇഞ്ചക്ഷൻ എടുക്കാമെന്ന നേഴ്സിന്റെ കൊലവലി പിടിച്ച നീയാണ് സൂചി കുത്താൻ പോണ. ഈ സ്റ്റെറോയിഡ് കുടിക്കാൻ പറ്റുമോ? പുട്ടിന്റെ കൂടെ കുഴച്ച് കഴി. ഇപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. നമുക്ക് മസിൽ വരാത്തതിന്റെ കാര്യം എന്നറിയാമോ? നമ്മൾ പോണ ജിമ്മ് ശരിയല്ല. അച്ഛാ 2500 രൂപ മാസം കൊടുത്ത തൊട്ടപ്പുറത്തന്നെ മൾട്ടി സ്പെഷ്യാലിറ്റി ജിമ്മുണ്ട്. അപ്പൊ അവിടെ പോയ മസിൽ വരും. തരും. ഡമ്പൽ മോട്ടിച്ചേരി ഇന്നലെ ട്രെയിനർ നമ്മളെ ജിമ്മിൽ നിന്ന് പുറത്താക്കി. ഇപ്പൊ അച്ഛൻ വീട്ടിൽ നിന്നും പുറത്താക്കി. നിങ്ങൾക്കൊക്കെ ഈ മഴ കാണുമ്പോൾ എന്താണ് ഓർമ്മ വരുന്നത്? പണ്ട് സ്കൂളിൽ കുട നനയാതിരിക്കാൻ കുട ബാഗ് വെച്ചിട്ട് ഓടുമായിരുന്നു. അന്നും പാഴ് ഇന്നും പപ്പാഴ്. യൂണിഫോം എന്ന് പറഞ്ഞ് വൈകുന്നേരം വരെ ക്ലാസ് ഇരുന്നിട്ടുണ്ടാ, അതും ജട്ടി പോലും ഇടാതെ. അത്രയൊന്നും വരൂലല്ലേ? ഇപ്പൊ ഇട്ടിട്ടുണ്ടോ? ഇപ്പോഴത്തെ കാര്യം തിരക്കണ്ട, പഴയ കാര്യം പറഞ്ഞാൽ മതി. പണ്ട് മഴയത്ത് റസ്യ കൊടയായിട്ട് പോവാൻ നേരത്ത് ഞാൻ ആ കൊടയിലോട്ട് അടുത്തൂടെ ഓടിപ്പോയെന്ന് കൊടയില്ലാഞ്ഞോണ്ട് മൊത്തം കേക്ക്. പണ്ടളിയെ സ്കൂളിൽ പഠിക്കാൻ നേരത്ത് കോലം കാണുമായിരുന്നു, മെലിഞ്ഞ് ഒന്നുപോലെ ഇരുന്നേ. പക്ഷെ എവന്റെ കൂടെ അടക്കുമ്പോ എല്ലാരും ഞങ്ങളെ 10 പോണെന്ന് പറയണത്. ബോഡി ഷേമിങ് ചെയ്യാതെ ഒന്ന് അപ്ഡേറ്റ് ആകൂ. എന്നെ പറഞ്ഞപ്പോ എന്താ അപ്ഡേറ്റ് ബക്കായ? ഈ കാലാവസ്ഥയിൽ പണിക്ക് പോകാൻ പോലും തോന്നൂല. അല്ലാത്തപ്പോ ഇയാളായിരുന്നു കുടുംബം നോക്കിക്കൊണ്ടിരുന്നത്. 2 മാസത്തോടെ കഴിഞ്ഞ 2025. ഇപ്പോഴും മഴയുടെ ചന്തിയിൽ അടിച്ചോണ്ട് അവിടെ ഇരി. 2025 ഞാൻ പണിക്ക് പോവേ. അതിന് ഇനി 2 മാസം ഉണ്ട്. അങ്ങനെ വേദനിപ്പിച്ച എന്തെങ്കിലും കമന്റ്സ് ഉണ്ടോ? കുറേ ഉണ്ട്. ഇഷ്ടംപോലെ. 1-2 പറയാവോ? ഇല്ല, അത് പറയാൻ പറ്റൂല. അച്ഛൻ താമസിച്ചെന്ത്? ചന്ത ഭയങ്കര തിരക്കായിരുന്നു. പറഞ്ഞു വിട്ട സാധനം മേടിച്ചുകൊണ്ട് വന്നു. വലിയ പരിപാടിയാണല്ലോ. സൂക്ഷിച്ച്. ഇതാര് മോനെ? പടയാളിയോ? ഏത് രാജ്യത്ത്? വെറുതെ. നീ വെറുതെയാന്ന് എനിക്കറിയാം.